CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ 3 അപ്ഡേറ്റുകളാണ് മനോരമ ഓൺലൈൻ എന്ന മാധ്യമം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ലൂണയെ കുറിച്ചും ജോഷുവയെ കുറിച്ചും കൂടാതെ തന്നെ മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ സൈനിങ്ങിനെ കുറിച്ചുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ അഡ്രിയ ലൂണയെ കുറിച്ചും കൂടാതെ തന്നെ പരിക്കു പറ്റി പുറത്തുപോയ ജോഷുവ സ്വെറ്റീരിയെ കുറിച്ചുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ പോലും ഇതുവരെ ബൂട്ടണിയാൻ സാധിച്ചിട്ടില്ല ജോഷുവ എന്ന താരത്തിന്. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഏറ്റവും ആദ്യം നടത്തിയ ഒരു ഏഷ്യൻ കോട്ട സൈനിങ് ആയിരുന്നു ജോഷുവ സ്വെറ്റീരിയോ എന്ന സൂപ്പർ താരം. പക്ഷേ താരത്തിന് ഒരു കളി പോലും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധിക്കാതിരുന്നത് താരത്തിന് പരിശീലനത്തിനിടെ പറ്റിയ ഒരു പരിക്കായിരുന്നു. അതിനെ തുടർന്ന് കൊണ്ട് താരത്തിന് ISL സീസൺ തുടങ്ങും മുമ്പേ തന്നെ ആ ഒരു സീസൺ നഷ്ടമാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമുക്കറിയാം ഈ ഒരു ISLന്റെ പകുതി ആവുന്നതിന് മുമ്പേ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരിക്ക് പറ്റിപ്പോയ ഒരു താരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയ ലൂണ. നിലവിൽ ലൂണയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് റീഹാബിന്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ താരം ഇതിനു മുമ്പ് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇരു താരങ്ങളെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് മനോരമ ഓൺലൈൻ എന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള മാധ്യമം. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി അത്രയും അടുപ്പമുള്ള ഒരു മാധ്യമം കൂടിയാണ്. നമുക്കറിയാം ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോഴും സംശയമുണ്ട് ലൂണയും ജോഷുവയും ഒക്കെ എന്നാണ് ബ്ലാസ്റ്റേഴ്സിനെ ക്യാമ്പിൽ എത്തിച്ചേരുക എന്നത്. ഇതിനൊരു വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ മനോരമ ഓൺലൈൻ നൽകിയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയ ലൂണയും കൂടാതെ തന്നെ ജോഷുവ സ്വെറ്റീരിയോയും ഈ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി ക്യാമ്പിൽ എത്തിച്ചേരുമെന്നാണ്. എന്തായാലും ഈ ഒരു സീസണിൽ ഇരു താരങ്ങളും ഇറങ്ങില്ല എന്നത് ഉറപ്പ് തന്നെയാണ്. അടുത്ത ISL സീസൺ 11ാം സീസണിന് വേണ്ടിയാണ് ഇരു താരങ്ങളും ഒരുങ്ങുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ പ്രധാന താരമായ മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം നിലവിൽ പരിക്ക് കാരണം താരത്തിന് ഈ ഒരു സീസൺ നഷ്ടമാകുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മാർക്കോ ലെസ്കോവിച്ച് എന്ന സൂപ്പർ താരത്തിന് പരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ താരം സീസൺ ഒരു കാൽ ഭാഗമായപ്പോഴേക്കായിരുന്നു ടീമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇപ്പോൾ അവസാനമായപ്പോഴേക്കും താരത്തിന് മറ്റൊരു പരിക്ക് കൂടി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ മുഴുവനായും താരത്തിന് നഷ്ടമാവും. ഏതായാലും മനോരമ ഓൺലൈനിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മാർക്കോ ലെസ്കോവിച്ച് എന്ന സൂപ്പർ താരത്തിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതുക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ഇഷ്യൂസും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പരിക്കുമെല്ലാമാണ്. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് ആയിക്കൊണ്ട് മനോരമ ഓൺലൈൻ പുറത്തേക്ക് വിട്ടത് നോഹ സദോയിയെ കുറിച്ചാണ്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരത്തെ സൈൻ ചെയ്യുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 90s സ്റ്റോപ്പേജ് അടക്കമുള്ള ട്വിറ്ററിലെ പ്രമുഖ മാധ്യമങ്ങൾ വരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ മനോരമ ഓൺലൈൻ പറയുന്നത് നോഹ സദോയ് എന്ന സൂപ്പർ താരത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ 2 വർഷത്തെ കരാറിലാണ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി FC ഗോവയിൽ നിന്നും കരാർ അവസാനിക്കുന്ന താരത്തിന് FC ഗോവയിൽ ഇനി തുടരാൻ താല്പര്യമില്ല എന്നും അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.